ഞാൻ പറയും, സ്വാതന്ത്ര്യത്തിന് ശേഷം ബാങ്ക് ദേശസൽക്കരണ നിയമത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമനിർമ്മാണമായിരുന്നു റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട്. ആ മൻമോഹൻ സിംഗ് മന്ത്രിസഭ, ഇപ്പം അതൊക്കെ മറന്നുപോയി എല്ലാവരും. മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആ നിയമം പാസ്സാക്കി. ആദ്യം ഹൈവേ ഇല്ല, ശരിയാണ്, പിന്നീടാണ് ഹൈവേ കൂടി ചേർത്തത്. അത് വേറെ ഒരു അമെൻമെന്റ് ഭേദഗതി വന്നിട്ടാണ് അത് വന്നത്. പക്ഷേ അതിനുശേഷമാണ് ഈ സ്ഥലമെടുപ്പ് നടന്നത്. സ്ഥലമെടുപ്പ് നടന്നപ്പോൾ ഈ ഒരു സെന്റിന് 23,000 രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയത് ഒരു സെന്റിന് 8 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം വരെയാണ്. അപ്പൊ പലരും ചോദിച്ചു, ഞങ്ങളുടെ സ്ഥലം എടുക്കണല്ലേ, ഞങ്ങളുടെയും കൂടി ഇല്ലേ, സ്ഥലത്തിനെതിരെ, സ്ഥലം എടുക്കുന്നതിനെതിരായി നിന്റെ ആളുകൾ ചോദിച്ചു, തൊട്ടിപ്പുറത്താണ് ഞങ്ങളുടെ സ്ഥലവും കൂടി എടുക്കണല്ലോ എന്നാണ് ചോദിച്ചത്. അതുപോലുള്ള ന്യായമായ കോമ്പൻസേഷൻ കിട്ടി. ആ ന്യായമായ കോമ്പൻസേഷന് കാരണം അന്നത്തെ UPA ഗവൺമെന്റ് ആണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇപ്പൊ ഹൈവേയുടെ ക്രെഡിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് പലരും. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് ഈ ഹൈവേയുടെ പണി തീർന്നിട്ട് ഈ ഹൈവേ ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രചരണം ഇപ്പൊ തന്നെ തുടങ്ങി. ഇതെങ്ങനെയാണ്? സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ ഏത് കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്ന പദ്ധതിയാണ്. ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേയുടെ എക്സ്റ്റൻഷൻ നടക്കാൻ തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി. UPA ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ നാഷണൽ ഹൈവേ എക്സ്റ്റൻഷൻ പ്രോജക്റ്റാണ്. കേരളത്തിൽ 1 രൂപ ചെലവാക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ? സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തപ്പോൾ കേന്ദ്ര പദ്ധതിയായിട്ടാണ് ഈ ഹൈവേയുടെ പണി നടക്കുന്നത്. 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ ഇത് നടക്കും, അത് സത്യമാണ്. പക്ഷെ അത് സംസ്ഥാന ഗവൺമെന്റാണ് ഈ ഹൈവേ കൊണ്ടുവന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളോട് എല്ലാവരും കണ്ണടച്ചേക്കുന്നതാണ്. അത് കേന്ദ്ര ഗവൺമെന്റും അതെ, നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് NH അതോറിറ്റി അവരും അല്ലെ സമരത്തോട് കണ്ണടച്ചേക്ക്. കേരളത്തിലെ ആളുകൾക്ക് പുറത്തിറങ്ങണ്ടേ? സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ? എങ്ങനെയാണ്, എത്ര കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാലാണ് ഈ മെയിൻ റോഡിലേക്ക് ആളുകൾക്ക് കയറാൻ പറ്റുന്നത്? പല സ്ഥലത്തും